നമസ്കാരം. ദേശീയ വാർത്താ ന്യൂസ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ബോളിവുഡ് നടൻ സൽമാൻ ഖാന് വീണ്ടും വധഭീഷണി. മുംബൈ ഗതാഗത വകുപ്പിന്റെ വോർലി ഓഫീസിൽ വീണ്ടും ഭീഷണി സന്ദേശം എത്തിയിരിക്കുകയാണ്. പ്രശസ്ത ബോളിവുഡ് താരം സൽമാൻ ഖാനെ വധിക്കുമെന്ന് വാട്സപ്പ് മെസ്സേജായാണ് സന്ദേശം എത്തിയിരിക്കുന്നത്. വോർലി പോലീസ് സ്റ്റേഷനിൽ അജ്ഞാത വ്യക്തിക്കെതിരെ കേസെടുത്ത് പോലീസ് അന്വേഷണം തുടങ്ങി. സന്ദേശത്തിന്റെ ഉറവിടത്തെക്കുറിച്ചും ആധികാരികതയെ സംബന്ധിച്ചുമാണ് ആദ്യഘട്ട അന്വേഷണം പോലീസ് നടത്തുന്നത്. ഒരു വർഷം മുമ്പ് ഏപ്രിൽ 14 സൽമാൻ ഖാന്റെ അപ്പാർട്ട്മെന്റിന് നേരെ രണ്ടുപേർ ബൈക്കിലെത്തി വെടിയുതിർത്തിരുന്നു. അടുത്തിടെ സൽമാൻ ഖാന്റെ ബാദ്യ ഫ്ളാറ്റിന്റെ ബാൽക്കണിക്ക് പുറത്ത് ബുള്ളറ്റ് ഗ്ലാസ് പാനൽ സ്ഥാപിച്ചിരുന്നു. വീടിന് പുറത്ത് വെടിവയ്പുണ്ടായതിനെ തുടർന്ന് സൽമാൻ ഖാന്റെ സുരക്ഷ ശക്തമാക്കിയിരുന്നു. 1998 രാജസ്ഥാനിലെ ബിഷ്ണോയ് സമുദായത്തിന് മതപരമായ പ്രാധാന്യമുള്ള കൃഷ്ണമൃഗത്തെ വേട്ടയാടിക്കൊന്ന കേസിൽ സംഘടനയുടെ നോട്ടപ്പുള്ളിയായിരുന്നു പ്രസിദ്ധ സിനിമാ താരം സൽമാൻ ഖാൻ. കൃഷ്ണമൃഗം ബിഷ്ണോയ് സമുദായത്തിന്റെ ആരാധനാ മൃഗമാണ്. ഈ കൃഷ്ണമൃഗത്തെ കൊന്നതിൽ ഉൾപ്പെട്ടെന്ന ആരോപണം ഉന്നയിച്ചാണ് സംഘം സൽമാൻ ഖാനെ ലക്ഷ്യമിട്ടിരിക്കുന്നത്. കുപ്രസിദ്ധ ഗുണ്ടാ നേതാവ് ലോറൻസ് ബിഷോണോയുടെ സംഘമാണ് താരത്തിനെതിരെ നേരത്തെ വധഭീഷണി ഉയർത്തിയിരുന്നത്. അടുത്ത സുഹൃത്തും മുൻ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയുമായിരുന്ന ബാബ സിദ്ദിഖിയുടെ കൊലപാതകത്തിന് ശേഷം സൽമാൻ ഖാന് നിരവധി വധഭീഷണികൾ വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ സുരക്ഷ വർദ്ധിപ്പിക്കുകയും മുംബൈയിലെ അദ്ദേഹത്തിന്റെ വീടായ ഗാലക്സി അപ്പാർട്ട്മെന്റിലെ ബാൽക്കണിയിൽ പുതിയ ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസും വൈദ്യുതി വേലിയും അടുത്തിടെ സ്ഥാപിച്ചിരുന്നത്. ബാബ സിദ്ദിഖിയെ ലോറൻസ് വിഷ്ണു സംഘം വെടിവെച്ച് കൊന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ വസതിക്ക് പുറത്ത് പോലീസ് നിലയുറപ്പിച്ചിരുന്നു. മുംബൈ ഹാർലിയയിലെ ഗതാഗത വകുപ്പിന്റെ വാട്സപ്പ് നമ്പറിലേക്കാണ് സന്ദേശം എത്തിയത്. സന്ദേശം എത്തിയതിനെ തുടർന്ന് ലോറൻസ് വിഷൻ സംഘത്തെ കേന്ദ്രീകരിച്ച് അന്വേഷണം ഊർജിതപ്പെടുത്തിയിരിക്കുകയാണ് പോലീസ്. വീട്ടിൽ കയറി സൽമാനെ കൊലപ്പെടുത്തുമെന്നും സൽമാന്റെ കാർ ബോംബ് വെച്ച് തകർക്കുമെന്നാണ് കൊലപാതക സന്ദേശത്തിൽ പറയുന്നത്. സന്ദേശത്തിന്റെ ഉറവിടത്തെക്കുറിച്ചും ആധികാരികതയെ സംബന്ധിച്ചും പോലീസ് അന്വേഷിക്കുന്നത് ഊർജിതമാക്കി. Y+ സെക്യൂരിറ്റിയുള്ള താരത്തിന് പോലീസ് എസ്കോർട്ടും ഏർപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ വിധത്തിലുമുള്ള ആയുധങ്ങളും കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന കോൺസ്റ്റബിളിന്റെ സേവനവും അദ്ദേഹത്തിന് കോടതിയുടെ അന്തിമവിധി തീർപ്പിനായുള്ള അബ്ദുൾ റഹീമിന്റെയും ലോക മലയാളിയുടെയും കാത്തിരിപ്പ് വീണ്ടും നീളുകയാണ്. സൗദിയിൽ 19 വർഷമായി റിയാദിലെ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറോക്ക് കൊടാമ്പുഴ സ്വദേശി മച്ചിലകത്ത് അബ്ദുൾ റഹീമിന്റെ മോചന കാര്യത്തിൽ ഇന്നും തീർപ്പുണ്ടായില്ല. 2006 നവംബറിലാണ് സൗദി ബാലൻ അനസ് അൽ ഫായിസിന്റെ കൊലപാതക കേസിൽ അബ്ദുൾ റഹീം അറസ്റ്റിലാവുന്നത്. ബാലൻ കൊല്ലപ്പെട്ട കേസിൽ 11ാം തവണയാണ് റിയാദിലെ ക്രിമിനൽ കോടതി കേസ് മാറ്റിവെക്കുന്നത്. ജയിലിൽ നിന്നും അബ്ദുൾ റഹീമും പ്രതിഭാഗം അഭിഭാഷകരും സിദ്ദിഖ് തവൂരും ഓൺലൈൻ കോടതിയിൽ പങ്കെടുത്തു. തിങ്കളാഴ്ച രാവിലെ 8-ന് സിറ്റിംഗ് ആരംഭിച്ചെങ്കിലും മറ്റൊരു ദിവസത്തേക്ക് കേസ് വീണ്ടും മാറ്റുകയായിരുന്നു. പ്രതിക്ക് വാദിഭാഗം മാപ്പ് നൽകിയിരുന്നു. വാദിഭാഗം മാപ്പ് നൽകിയതിന് ദയാദാനം സ്വീകരിച്ചായിരുന്നു. ഇതേ തുടർന്ന് വധശിക്ഷ കോടതി 5 മാസം മുമ്പ് ഒഴിവാക്കിയിരുന്നു. എന്നാൽ പബ്ലിക് റൈറ്റ് പ്രകാരമുള്ള കേസിൽ തീർപ്പാവാത്തതാണ് ജയിൽ മോചനം അനന്തമായി നീളാൻ ഇടയാകുന്നത്. പബ്ലിക് റൈറ്റ് പ്രകാരമുള്ള കേസിൽ സാധാരണ തടവ് ശിക്ഷയാണ് വിധിക്കുക. 19 വർഷമായി തടവിലായതിനാൽ ഇനി തടവ് ശിക്ഷ വിധിച്ചാലും അബ്ദുൾ റഹീമിന് അധികം ജയിലിൽ തുടരേണ്ടി വരില്ല. ഇതുവരെ അനുഭവിച്ച തടവുകാലം ശിക്ഷയായി പരിഗണിച്ച് മോചനം നൽകാനുള്ള സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ല. 1.5 കോടി റിയാൽ, സൗദി റിയാൽ 34 കോടിയിലേറെ ഇന്ത്യൻ രൂപ ആണ് ലോകവ്യാപകമായി മലയാളികൾ ചേർന്ന് പിരിച്ചു നൽകിയത്. അങ്ങനെ സമാഹരിച്ച പണമാണ് മരിച്ച സൗദി ബാലന്റെ കുടുംബത്തിന് ദയാദാനമായി നൽകിയത്. അതിനെ തുടർന്ന് അവർ മാപ്പ് നൽകിയതും കോടതി വധശിക്ഷ റദ്ദ് ചെയ്തതും. ഇത് പ്രൈവറ്റ് റൈറ്റ് പ്രകാരമുള്ള കേസിലുള്ള തീർപ്പ് മാത്രമായിരുന്നു. പബ്ലിക് റൈറ്റ് പ്രകാരമുള്ള വിധി തീർപ്പിനെ കോടതിയിൽ 1-ന് തുടങ്ങേണ്ടതുണ്ടായിട്ടുണ്ട്. അതിനായുള്ള ആദ്യ സിറ്റിംഗ് കഴിഞ്ഞ വർഷം ഒക്ടോബർ 21-നാണ് നടന്നത്. എന്നാൽ ബെഞ്ച് മാറിയെന്നും വധശിക്ഷ ഒഴിവാക്കിയ ബെഞ്ച് തന്നെയാണ് മോചന കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടതെന്നും അറിയിച്ച് കോടതി കേസ് മാറ്റിവെച്ചു. അതിനുശേഷം എല്ലാ മാസവും ചില മാസങ്ങളിൽ 2 തവണ കോടതി കേസ് പരിഗണിക്കുന്നുണ്ടെങ്കിലും തീർപ്പിലെത്തുന്നില്ല. 2012-ലാണ് വധശിക്ഷ വിധിച്ചത്. ഹൗസ് ഡ്രൈവർ വിസയിലെത്തി 3-ാം മാസത്തിലാണ് യുവാവിൻ്റെ ജീവിതമാകെ കീഴ്മറിച്ച സംഭവമുണ്ടാകുന്നത്.